ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തള്ള് 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 തള്ളു പന്നാസു വണ്ടി, തള്ള് 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 തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി തള്ളി തള്ളി അങ്ങോട്ട് ശരിയാക്കി. തള്ള് അടിപൊളിയാണല്ലേ. ആളെ ഉന്ത് ആളെ ഉന്ത് എന്ന് കളി പറഞ്ഞു കൊടുത്തുകൊണ്ട് താരാട്ടുപാട്ടിലൂടെ ഭർത്താവിനെ ചതുരംഗങ്ങളിൽ വിജയിപ്പിച്ച കഥ എല്ലാവർക്കും അറിയാം. അതിലൂടെ കൃഷ്ണഗാഥ എന്ന കാവ്യം ലഭിച്ചു ഇല്ലേ? ഉന്ത് കൊള്ളാലേ. ഉന്തം തള്ളും. ഞാൻ സോഫി പൊളി, വരദാനങ്ങളുടെ നാടായ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഈ തള്ള് ഞാൻ എടുക്കാൻ കാരണം എൻ്റെ കൊച്ചുമോനെ ഇബന. അവൻ വന്നിട്ട് എന്നോട് ചോദിക്കുക, അമ്മാവേ എൻ്റെ അമ്മ എന്നെ പോലെ ആയിരുന്നു ചെറുപ്പത്തിൽ നിന്ന്, പിന്നെ നിന്നെ പോലെ ഒന്നും ആയിരുന്നില്ല, നല്ല അനുസരണ ഉണ്ടായിരുന്നു, എഴുതാൻ പറഞ്ഞ എഴുതും, പഠിക്കാൻ പറഞ്ഞ പഠിക്കും. എത്ര മാർക്ക് വാങ്ങി നിൻ്റെ അമ്മ പാസ്സായെന്നറിയാമോ? ഈ ഷെൽഫിലിരിക്കുന്ന ഈ മെഡലും കപ്പൊക്കെ നിന്നെ അമ്മയ്ക്ക് കിട്ടിയതാന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മയുടെ ഒരു തള്ളു കണ്ടില്ലേ? അപ്പം എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കോറിയിട്ടു അടുത്ത കണ്ടന്റ് എൻ്റെ തള്ളൽ. അങ്ങനെ ഉന്തും തള്ളും അങ്ങോട്ട് എടുത്തു. ഈ ഉന്തും തള്ളും പലവിധമുണ്ട്. കണ്ണുകൊണ്ട്, വായ കൊണ്ട്, കൈ കൊണ്ട്, ശരീരം കൊണ്ട്. പിന്നെ ദൈവം അനുഗ്രഹിച്ചുന്ന തള്ളൽ, അതെല്ലാവർക്കും ഉള്ളതാണ്. ഞങ്ങൾ കോളേജിലൊക്കെ പോകാൻ ബസ് കാത്തുക്കുമ്പോൾ കുറച്ച് പൂവാലന്മാരൊക്കെ ഇങ്ങോട്ട് വരും. വന്നിട്ട് നിന്നിട്ട് ഇതിങ്ങനെ കണ്ണ് തള്ളിയൊരു നോട്ടാ. അപ്പം പെൺകുട്ടികൾക്ക് തോന്നും ഇവർ നോക്കണുണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പം പെൺകുട്ടികളും ഇങ്ങനെ കണ്ണ് തള്ളിയൊരു നോട്ടം. രണ്ടുപേർക്കും സന്തോഷമായി. ഇതൊക്കെയായിരുന്നു അന്നത്തെ ബസ് സ്റ്റോപ്പിലെ ചില സംഭവങ്ങൾ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. സ്ട്രെയിറ്റ് ഫോർവേഡാണ്, നേരെ ചെന്നങ്ങ് തള്ളിക്കൊടുക്കുക അല്ലേ? പിന്നെ ആൻസർ പേപ്പർ കിട്ടുമ്പോൾ ഉള്ള കണ്ണ് തള്ളൽ അന്നത്തെ കാലം പോലെ തന്നെ ഇന്നും അല്ലേ? അതിനൊരു മാറ്റം വന്നിട്ടില്ല. ആൻസർ പേപ്പർ കിട്ടുമ്പോൾ എല്ലാവരെയും കണ്ണ് തള്ളാറുണ്ട്, അത് ശരിയല്ലേ? പിന്നെ പുള്ള് എന്ന് വെച്ചാൽ തള്ളാന്നറിയാം, പുള്ളെന്ന് വെച്ചാൽ വലിക്കില്ലാന്നറിയാം. പക്ഷെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ പുഷേണ്ടത് ഏതാ പുള്ളേണ്ടത് ഏതാന്ന് നമുക്കറിയില്ല. ആകെ കൺഫ്യൂഷനായിട്ട് അങ്ങ് നിൽക്കും. ഈ ബുഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. 2006 മറ്റോ ആണെന്ന് തോന്നുന്നു. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഫ്രണ്ട് ബുഷും നെയ്ബേഴ്സായിരുന്നു. ആ കെയർ ഓഫിൽ അവരെന്നെ ഡിന്നറിന് വിളിച്ച് ഞങ്ങൾ വൈറ്റ് ഹൗസിലേക്ക് അങ്ങോട്ട് ചെന്നു. ഒരു സ്വർഗത്തിൽ ചെന്നിറങ്ങിയ പോലെ ഫീലിങ്ങാ. അകത്ത് കിടന്നു, ഡൈനിങ് ഹോളൊക്കെ കിടന്ന് തിളങ്ങ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അതിൻ്റെ വാതിൽ ചില്ലിൻ്റെ അവിടെ പുഷൊന്നും പുള്ളൊന്നും എഴുതിയിട്ടില്ല. ഞാനപ്പം എൻ്റെ കൂട്ടുകാരത്തിയോട് പറഞ്ഞു, അവിടെ പുഷും പുള്ളും ഇല്ലല്ലോ. ഇത് കേട്ടപ്പോൾ ബുഷ് വിചാരിച്ച് ബുഷിനെ അന്വേഷിച്ചതാണ്. അപ്പോൾ ബുഷ് ഇങ്ങോട്ട് വന്നിട്ട് വെൽക്കം ഐ ആം ബുഷ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു മാഡം? എൻ്റെ അമ്മേ ബുഷ് എൻ്റെ മേലങ്ങ് കോരി തെരിച്ചു. ഒരു അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ടല്ലേ എൻ്റെ അടുത്ത് സംസാരിക്കണേ. അപ്പം എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ അങ്ങോട്ട് തള്ളിവിട്ടു, ദർ ഇസ് നോ പുഷ് ഓർ പുൾ ഓൺ ദ ഡോർ. Oh, that's it. It is crazy. I am always confused every time. That's why I removed it. അത് കഴിഞ്ഞ് എൻ്റെ ചെവിയിൽ വന്നിട്ട് പറയാം, ആ പുഷും പുള്ളും മാറ്റിയപ്പോൾ തന്നെ മനസ്സിലായി ഏതാണ് പുഷേണ്ടത് ഏതാ പുള്ളേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിന്നേ. എന്താലേ എൻ്റെ ഒരു ഭാഗ്യം.